പകുതി വിലക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിൽ പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രക്ഷോഭ രംഗത്തേക്ക്. തട്ടിപ്പിൽ ജ്യോതിലക്ഷ്മിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും അവർക്ക് തലസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും UDF പുറമേരി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സ്ത്രീകൾക്ക് പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 363 പേരിൽ നിന്നായി 2,35,00,000 രൂപ പിരിച്ചെടുത്തെന്നാണ് ആരോപണം. 6 മാസത്തിനകം സ്കൂട്ടറുകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും വഞ്ചിക്കപ്പെടുകയായിരുന്നു. സ്കൂട്ടറുകൾ ലഭിക്കാത്തവർ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ EDS ഓഫീസും പുറമേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസും ഉപരോധിച്ചിരുന്നു. ആരോപണങ്ങൾക്ക് പ്രസിഡന്റ് കൃത്യമായ മറുപടി നൽകിയിട്ടില്ലെന്നും കോട്ടൂർ സൊസൈറ്റിയെ മാറ്റി EDS സൊസൈറ്റിക്ക് പദ്ധതിയുടെ ചുമതല നൽകണമെന്ന് പ്രസിഡന്റ് നിർബന്ധം പിടിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും EDS സൊസൈറ്റിക്ക് തട്ടിപ്പിന് അവസരമൊരുക്കി എന്ന ആരോപണത്തിൽ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കണമെന്നും UDF ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് രാജി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ആസ്ഥാനത്തും വാർഡ് തലങ്ങളിലും ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. UDF ചെയർമാൻ K മുഹമ്മദ് സാലി, കൺവീനർ T കുഞ്ഞിക്കണ്ണൻ, P അജിത്, AP മുനീർ, KM സമീർ, മുഹമ്മദ് പുറമേരി, P ശ്രീലത, ഷംസു മഠത്തിൽ, ബീന കല്ലിൽ, റീന കണ്ടോത്ത്, VP നിസാർ എന്നിവർ സംബന്ധിച്ചു. ഒരു സ്വകാര്യ കമ്പനിക്ക് ഇങ്ങനെ ഒരു കമ്പനിക്ക് വേണ്ടി കൂട്ടുനിന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന CDSൻ്റെ ആളുകളും രാജിവെക്കണം തന്നെയാണ് പറയുന്നത്. നാളെ ആവശ്യം UDFിൻ്റെ ആവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് പ്രസിഡന്റ് പറയുന്നത് ഞാനിതൊന്നും അറിയില്ല, CDS പറയുന്നത് CDS അറിയില്ല, CDSനോട് ചോദിക്കുമ്പോൾ CDS പറയും നാളെ മേലുദ്യോഗസ്ഥയായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഞാനിത് ഒപ്പിട്ട് കൊടുത്തതെന്നാണ് CDSൻ്റെ വാദം. ഇപ്പോൾ CDS ചെയർപേഴ്സൺ കുടുംബശ്രീൻ്റെ അംഗങ്ങളും കുടുംബശ്രീ ഗ്രൂപ്പിൽ പറഞ്ഞ മെസ്സേജ് എല്ലാം ഞാളെ ഫോണിലുണ്ട്, എല്ലാ രേഖാപരമായിട്ട് എല്ലാ തെളിവുകളും ഞാളെ ഫോണിലുണ്ട്. അപ്പോൾ അവർ LDFിൻ്റെ ആളുകൾ പറയുന്നത് പിന്നെ ഇത് ഒരു വനിതയായ പ്രസിഡന്റിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ പറയുന്നതാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോട്ടൂർ സൊസൈറ്റി എന്ന് പറയുന്ന ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയുന്ന ഒരു അഡോറൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. പക്ഷേ ഈ EDS കമ്പനി 2 വർഷമായിട്ടായിട്ട് നിലവിൽ വന്നിട്ടുള്ളൂ. അതിൻ്റെ മുമ്പേ ഉള്ള ഒരു സൊസൈറ്റിയാണ് കോട്ടൂർ സൊസൈറ്റി. നിലവിൽ എല്ലാ അംഗീകാരങ്ങളും ഉള്ള സൊസൈറ്റിയാണ് കോട്ടൂർ. അപ്പോൾ അവർ അതേ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ LDFിൻ്റെ ആളുകൾ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തുന്നത്. കാരണം എന്താ വെച്ചാൽ കോട്ടൂർ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടാത്ത EDS കമ്പനിയായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. EDS കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ആണ് പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ളൊരു തട്ടിപ്പിന് കൂട്ടുനിന്നത്. അപ്പോൾ കോട്ടൂർ സൊസൈറ്റിക്കാർ ആദ്യം പ്രസിഡന്റിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേങ്കിൽ പ്രസിഡന്റ് എന്ത് നിന്നിട്ടില്ല. ഈ സ്ഥാപനം കോട്ടൂർ സൊസൈറ്റിക്കാരോട് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് ഒരു ബന്ധുവിനെ ഞങ്ങൾ ഇതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ 2 വർഷമായിട്ടുള്ള പുതുതായിട്ട് വന്ന EDSൻ്റെ കമ്പനിയായിട്ട് കൂട്ടുനിന്ന് പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാവപ്പെട്ട സ്ത്രീകളെ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രത്യേകിച്ച് ഇവരെ കൂട്ടത്തിൽ ഇവർ LDFിൻ്റെ മഹിളയുടെ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ അവസരത്തിലാണ് പാവപ്പെട്ട സ്ത്രീകളെ കുടുംബശ്രീൻ്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആൾ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ചെയ്യണം, ഇവരോട് കൂടി ചേർന്ന് കൊണ്ടാണ് ഞങ്ങൾ അവരൊന്നിനും ഇല്ലെങ്കിൽ ഒന്നിനും നിരപരാധികളാണെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യണം, ഇവരോട് കൂട്ടി നിന്നുകൊണ്ട് ഇവരെ പൈസ മേടിച്ച് കൊടുക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ സാധാരണ. ഇങ്ങനെ പ്രക്ഷോഭം ഈ LDFിൻ്റെ പ്രക്ഷോഭം മറ്റുള്ള നോയിസ് മെസ്സേജിന് നടത്തല്ല വേണ്ടത്. ഇവരോട് കൂട്ടു നിന്നിട്ട് അങ്ങനെ തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരോട് കൂട്ടുനിന്ന് ഇവരെ പൈസ തിരിച്ച് മേടിച്ച് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പ്രസിഡന്റ് വരേണ്ടത്. പക്ഷേ പ്രസിഡന്റ് അങ്ങനെയല്ല ചെയ്തത്. പ്രസിഡന്റ് അങ്ങനെ കൈയൊഴിയുന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോഴാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്, പിന്നെ കേസും കൂട്ടം കാര്യമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ആദ്യമൊന്നും ഇതിലൊന്നും നടന്നിട്ടില്ല. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ UDF ശക്തമായിട്ട് ഈ പ്രതിരോധത്തെ സംരക്ഷിക്കും. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും UDFിൻ്റെ ഭാഗത്തു നിന്ന് ഈ പൈസ വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം നാളെ UDFിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ പത്രസമ്മേളനത്തിനകത്ത് പറയാനുള്ളത്.